ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. അല്ലെ, ചോദ്യത്തിന്റെ ഒരു ഘടന മനസ്സിലായില്ലേ? നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. നോക്കാലോ. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ശരിയാണോ? ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ശരിയാണോ? ശരിയാണ്. 1947 ജൂലൈ 4-നാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൽ ക്ലെമന്റ് ആറ്റ്ലി, അതായത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ഒപ്പുവെക്കുന്നത്. ശരിയാണോ? തെറ്റാണ്. എന്താണ്? ജൂലൈ 4-നാണ് ഇത് ആദ്യമായിട്ട് ഇവിടെ അവതരിപ്പിച്ചത്, പാർലമെന്റില് അവതരിപ്പിച്ചത് അല്ലെ. പാർലമെന്റിൽ അവതരിപ്പിച്ച ദിവസമാണ് ജൂലൈ 4 അവതരിപ്പിച്ചത്. ഓക്കെ ആണോ? യെസ്. ബ്രിട്ടീഷ് രാജാവായ ജോർജ് 6-മനാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൽ ഒപ്പുവെച്ചത്. അത് ശരിയാണോ? ശരിയാണോ? ശരിയാണ്. അടുത്ത നോക്കൂ. 1947 ഓഗസ്റ്റ് 15-നാണ് ഇത് നിലവിൽ വന്നത്. ശരിയല്ലേ? അതും ശരിയാണ്. ഏതൊക്കെയാണ് ഈ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായവ? ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ അല്ല. ഏതാണ് ശരി? 1, 3, 4. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ശരിയായിട്ടുള്ള ഉത്തരം അല്ലെ. എന്താണ് ആക്ച്വലി ഈ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പറഞ്ഞാല്, നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ആണ് ഇത്തരം ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ആദ്യമായിട്ട് പുറപ്പെടുവിച്ചത്. ഓക്കെ, ഇത് 1947 ജൂലൈ 4-ന് പാർലമെന്റിൽ അവതരിപ്പിച്ചു. 1947 ജൂലൈ 5-ന് ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കി. 1947 ജൂലൈ 18-നാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇത് അംഗീകരിച്ച് അതൊരു നിയമമായിട്ട് മാറിയത്. ഓക്കെ അല്ലേ? അപ്പൊ ഓപ്ഷൻ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് ശരി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക. ഇതൊരു വ്യക്തിയെ സംബന്ധിച്ച കുറെ സൂചനകളാണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ. 1947 മാർച്ച് 22-ന് ഇന്ത്യയിലെത്തി അദ്ദേഹം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ്. ഇന്ത്യയെ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനുമായിട്ട് ഒരു പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച വ്യക്തി ആണ്. ഏതാണ് നമ്മുടെ ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് ഈ പറഞ്ഞവയെല്ലാം അല്ലെ. എനിക്ക് തോന്നി ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനും തേർഡ് ഓപ്ഷനും നിങ്ങൾ പിടിക്കുന്നുണ്ട് അല്ലെ. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയും അതേപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലുമായിരുന്നു ആര്? മൗണ്ട് ബാറ്റൻ അല്ലെ. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ത്യയെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു ഏത് പദ്ധതി? മൗണ്ട് ബാറ്റൻ പദ്ധതി അല്ലെ. അതായത് ജൂൺ 3 പ്ലാന്, ബാൾക്കൻ പദ്ധതി, അതുപോലെ തന്നെ ഡിക്കി ബേർഡ് പ്ലാൻ എന്നിങ്ങനെ എല്ലാം അറിയപ്പെട്ടിരുന്ന പ്ലാൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് തന്നെയാണ്? അത് മൗണ്ട് ബാറ്റൻ പ്ലാന്, മൗണ്ട് ബാറ്റൻ പദ്ധതി തന്നെയാണ്. അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയെ ശരിയായി ക്രമപ്പെടുത്തുക അല്ലെ. ഇതൊരു ചെറിയൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ജസ്റ്റ് ഒന്ന് വേഗം കണ്ടുപിടിച്ചേ. ഏതാണ് ശരി ഉത്തരം എന്ന് പറയുന്നത്? ഏതാണ് ശരി ഉത്തരം? ഭ്രാന്താലയം ഒരു കൃതിയാണ്. വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന് പറയുന്നത് ആരാണ്? ഓപ്പറേഷൻ പോളോ എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആധ്യാത്മിക ദുരന്തം എന്ന് പറയുന്നത് എന്താണെന്ന് മാത്രം നോക്കാൻ മതി. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം കേട്ടോ. ഓപ്ഷൻ എ ആണ്. അതായത് ഭ്രാന്താലയം എന്ന് പറയുന്ന കൃതി ഏതാണ്? പി കേശവദേവിന്റെയാണ് അല്ലെ. അതായത് ഇന്ത്യ വിഭജനത്തെ തുടർന്ന്
ഭ്രാന്താലയം എന്ന പേരിൽ ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നോവൽ എഴുതിയ വ്യക്തിയാണ് ആര്? പി കേശവദേവ്. അതുപോലെ വാപ്പാല പങ്കുണ്ണി മേനോൻ, അതായത് വി പി മേനോന്റെ യഥാർത്ഥ പേരാണ് എന്ത്? വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന് പറയുന്നത് അല്ലെ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സന്തത സഹചാരിയായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ ഒരു മലയാളി വ്യക്തിത്വമായി തിളങ്ങി നിന്ന വ്യക്തിയാണ് ആര്? വി പി മേനോൻ. ഇനി ഓപ്പറേഷൻ പോളോ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്പറേഷൻ പോളോ അറിയാമോ? ഏതാണ്? ഹൈദരാബാദ് അല്ലെ. അതായത് ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ ഈ 3 നാട്ടുരാജ്യങ്ങൾ മാത്രമാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരാണ്ട് മാറുന്നത് അല്ലെ. അപ്പൊ ഹൈദരാബാദിനെ ഇന്ത്യയിലേക്ക് ചേർക്കുന്നതിനുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു സൈനിക നടപടിയുടെ പേരായിരുന്നു ഓപ്പറേഷൻ പോളോ. ഇനി എന്താണ് ആധ്യാത്മിക ദുരന്തം? അത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് 1947 ഇന്ത്യ വിഭജനത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഇതൊരു ആധ്യാത്മിക ദുരന്തം അല്ലെ. ആധ്യാത്മികമായിട്ടുള്ള വളരെ വലിയ പ്രത്യാഘാതം ഉണർത്തുന്ന ഒരു യുദ്ധം ഒരു ദുരന്തം എന്നാണ് ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചത്. ക്ലിയർ ആണോ? ഏതാണ് നമ്മുടെ ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് ശരി അല്ലെ. ഭ്രാന്താലയം പി കേശവദേവ്, വാപ്പാല പങ്കുണ്ണി മേനോൻ വി പി മേനോൻ ആണ്. ഓപ്പറേഷൻ പോളോ ഹൈദരാബാദുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആധ്യാത്മിക ദുരന്തം മഹാത്മാഗാന്ധി എന്തിനെ കുറിച്ച് പറഞ്ഞതാണ്? ഇന്ത്യ വിഭജനത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായവ കണ്ടെത്തുക. വേഗം കണ്ടെത്തിക്കോളൂ. ഏതാ തെറ്റ്? വേഗം വായിച്ചോ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റ് ഏതാണെന്ന് വേഗം വായിച്ചു പറഞ്ഞേ. നോക്കൂ, ഒന്നാമത്തെ എന്താണ്? 1948 ജനുവരി 30-നാണ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത്. സോറി, ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ചെറിയൊരു ടൈപ്പിംഗ് എറർ ഉണ്ട്, ക്ഷമിക്കണേ. ഓക്കെ, 1948 ജനുവരി 30-നാണ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത്. ശരിയാണോ? ശരിയാണോ? ശരിയാണ്. മരണ ദിവസം ഗാന്ധിജിയെ സന്ദർശിച്ച പ്രമുഖ നേതാവാണ് JV കൃപലാനി. ശരിയാണോ? തെറ്റാണ്. അതായത് ഗാന്ധിജി മരിച്ച ദിവസം അദ്ദേഹത്തെ സന്ദർശിച്ചത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായിയായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേൽ ആണ് അല്ലെ. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് അദ്ദേഹത്തെ മരണ ദിവസം സന്ദർശിച്ച വ്യക്തി. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അടുത്തത്, ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജ്ഘട്ട്. അത് നമുക്കറിയാം. ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞ് കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന സന്ദേശം അയച്ച വ്യക്തിയാണ് ബർണാഡ് ഷാ. അതും ശരിയാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഏതാണ്? 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. 1948 ജനുവരി 30-ന് ഡൽഹിയിലെ ബിർള ഹൗസിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അല്ലെ നമ്മുടെ മഹാത്മാഗാന്ധി. അദ്ദേഹത്തെ ആരാണ് വെടിവെച്ചു കൊന്നത്? നാഥൂറാം ഗോഡ്സെ, നാഥൂറാം വിനായക് ഗോഡ്സെ എന്നറിയപ്പെടുന്ന ഒരു മതഭ്രാന്തനാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത് അല്ലെ. നാഥൂറാമിനെ തൂക്കിലേറ്റിയ ജയിൽ ഏതാണ്? പഞ്ചാബിലെ അംബാല ജയിലാണ് കേട്ടോ. ഗാന്ധിജി ലാസ്റ്റ് ഏറ്റവും അവസാനം മരണത്തിനെ അങ്ങനെ അനുഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവസാനം പറഞ്ഞ വാക്ക് ഹേ റാം എന്നാണ്. ഇത് എന്താണ് പറഞ്ഞത്? ഹേ റാം. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഗാന്ധി വധത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? കപൂർ കമ്മീഷൻ. ഗാന്ധി വധത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതായിരുന്നു? കപൂർ കമ്മീഷനാണ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കണേ, ഓർത്തു വെക്കണേ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ വിലയിരുത്തുക. വിലയിരുത്തിക്കോളൂ. ഏതൊക്കെയാണ് ശരി? നോക്കിയേ. ഒന്നാമത്തെ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തു സർദാർ വല്ലഭായ് പട്ടേൽ. ശരി. ലയനക്കരാർ തയ്യാറാക്കിയത് BP മേനോനും സർദാർ വല്ലഭായ് പട്ടേലുമാണ്. വളരെ ശരിയാണ്. കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ് മുതലായ നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ വിട്ടുനിന്നത്. അതും
ശരിയാണ് അല്ലെ. 565 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നപ്പോ അതിൽ ഈ 3 ആൾക്കാർക്ക് മാത്രമാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരാൻ താല്പര്യമില്ലാണ്ട് വിട്ടുന്നത്. വളരെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തതോ, ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യമാണ് ഭാവ്നഗർ. അതും ശരിയാണ്. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. ശരിയല്ലേ? എന്താണ് ലയനക്കരാർ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ എന്ന് പറഞ്ഞാല്? അതായത് ഇന്ത്യൻ യൂണിയനിലേക്ക് ഈ പറഞ്ഞ വിട്ടുനിന്ന നാട്ടുരാജ്യങ്ങളെയൊക്കെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയ ഒരു കരാറായിരുന്നു ഏത്? ലയന കരാർ അഥവാ ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ എന്ന് പറയുന്നത്. അല്ലെ? ക്ലിയർ ആണോ? അല്ലെ? ഈ ലയന കരാർ വഴി ആദ്യം ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്ന നാട്ടുരാജ്യം ഏതായിരുന്നു? കാശ്മീർ ആയിരുന്നു. മറക്കല്ലേ, കാശ്മീർ ആണ്. എല്ലാം ശരിയാണ് അല്ലെ ശ്രീജ? എല്ലാം ശരിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഗുജറാത്തിലെ ഏത് സംസ്ഥാനമാണ് പാകിസ്ഥാനിൽ ചേരാൻ തയ്യാറായത്? അല്ലെ, നമ്മൾ പറഞ്ഞു. ശരി, ഗുജറാത്തിലെ ഏത് സംസ്ഥാനമാണ് പാകിസ്ഥാനിൽ ചേരാൻ തയ്യാറായത്? ഏത് സംസ്ഥാനമാണ്? ഏത് സംസ്ഥാനമാണ് പാകിസ്ഥാനിൽ ചേരാനായിട്ട് തയ്യാറായ ആള്? ഏതാണ്? ഹൈദരാബാദ് ആണോ, മുണ്ടലാണോ, ഭാവ്നഗറാണോ, ജുനഗഡാണോ? ഏതാണ് ശരി ഉത്തരം? ഏതാണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണോ? അല്ല. ഏതാണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്? നോക്കൂ, പാകിസ്ഥാനിലേക്ക് ചേരാൻ തയ്യാറായ പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ് ജുനഗഡ്. അല്ലെ? ജുനഗഡ് ആണ്. നമുക്കറിയാം കാശ്മീരും അതേപോലെ തന്നെ ജുനഗഡ്, ഹൈദരാബാദ്, ഈ 3 നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരില്ല എന്ന് പറഞ്ഞ് മാറുന്ന ആൾക്കാർ. അപ്പൊ ഇതില് ഈ ജുനഗഡിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന, അതായത് ജുനഗഡ് അന്ന് ആരായിരുന്നു ഭരിച്ചിരുന്നത്? ജുനഗഡിൽ അന്നത്തെ ഭരണാധികാരിയായിരുന്ന മഹബത്ത് ഖാൻജി മൂന്നാമനാണ്. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, നമ്മൾ ഏത് പ്രശ്നമാണ് ചെയ്തുകൊണ്ടിരുന്നത്? 6ാമത്തെ പ്രശ്നമാണ് അല്ലെ. അതായത് ഗുജറാത്തിലെ ഏത് സംസ്ഥാനമാണ് പാകിസ്ഥാനിൽ ചേരാൻ തയ്യാറായത് എന്നായിരുന്നു. നമ്മുടെ ഉത്തരം ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം കേട്ടോ. ജുനഗഡ് ആണ്. ജുനഗഡ് ആണ്. മാറിപ്പോകരുത്, തെറ്റിക്കരുത് കേട്ടാ. അതായത് അന്നത്തെ ജുനഗഡിലെ ഭരണാധികാരിയായിരുന്ന, അതായത് മുഹമ്മദ് ഖാജി മൂന്നാമൻ, അദ്ദേഹം അതായത് ഓൾറെഡി അവിടെ ഒരു അതിർത്തി പ്രശ്നവും അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ജുനഗഡിൽ. അപ്പൊ അതിനിടയിൽ കൂടി ഈ ഇന്ത്യ വിഭജനം കൂടി വന്നപ്പോൾ അദ്ദേഹം എന്ത് തീരുമാനമെടുത്തു? ഇല്ല, ഞങ്ങൾ ഒരിക്കലും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുന്നില്ല, ഞങ്ങൾ എങ്ങോട്ട് പോവുകയാണ്? ഞങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് പോവുകയാണ് എന്ന് സ്വമേധയായിട്ട് തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ അവിടുത്തെ ജനങ്ങൾ, ജുനഗഡിലെ ജനങ്ങള് ഒരിക്കലും അദ്ദേഹത്തിന്റെ ആ തീരുമാനത്തോട് അനുകൂലിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, എന്തിനു അഭ്യർത്ഥിച്ചു? നമുക്ക് ഒരു ജനഹിത പരിശോധന നടത്താം. ആ ജനഹിത പരിശോധനയില് എന്താണോ പറയുന്നത്, ഭൂരിപക്ഷം ആളുകളുടെ തീരുമാനം എന്താണോ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ നമുക്ക് തീരുമാനിക്കാം എന്നൊരു അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തുകയും അങ്ങനെ റഫറൻഡം അല്ലെങ്കിൽ ജനഹിത പരിശോധനയെ തുടർന്ന് ഇന്ത്യൻ യൂണിയനിലേക്ക് ജോയിൻ ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ നാട്ടുരാജ്യം എന്നൊരു പദവി ഏത് സംസ്ഥാനത്തിന് ലഭിച്ചു? ജുനഗഡിന് ലഭിക്കുകയുണ്ടായി. ഇനി തെറ്റിക്കില്ലല്ലോ, ഉറപ്പല്ലേ? ഏതാണ്? ഗുജറാത്തിലെ ഏത് സംസ്ഥാനമാണ് പാകിസ്ഥാനിൽ ചേരാൻ തയ്യാറായത്? ഏതാണ്? ജുനഗഡ് ആണ് കേട്ടോ. ജുനഗഡ് ആണ്. തെറ്റിക്കല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഇന്ത്യയിലെ പ്രിൻസ്ലി സംസ്ഥാനങ്ങളെ സംയോജിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് ആരാണ്? പ്രിൻസ്ലി എന്നൊന്നും കണ്ടു പേടിക്കണ്ട, നാട്ടുരാജ്യങ്ങളുടെ സംയോജനമാണ് കേട്ടോ. അർത്ഥമുള്ള വാക്ക് പ്രയോഗിച്ചതേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഏതാണ്? ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അല്ലെ? നാട്ടുരാജ്യങ്ങളുടെ പുനഃസംഘടനയിൽ അല്ലെങ്കിൽ സംയോജനത്തിൽ ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കുന്ന വ്യക്തി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അല്ലെ? അദ്ദേഹത്തിന്റെ സ്റ്റാച്യു എന്ത് പേരിൽ അറിയപ്പെടുന്നത്?
സ്റ്റാച്യു ഓഫ് യൂണിറ്റി അല്ലെ 152 അടി ഉയരമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ പ്രതിമ എന്നൊരു എന്താ പറയാ ആ ഒരു ബഹുമതിക്കും കൂടി അർഹമാണ് ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് അല്ലെ. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അടുത്ത ചോദ്യം, ഫസൽ അലി കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തി അവയിൽ നിന്ന് തെറ്റായവ കണ്ടെത്തുക. അല്ലെ, ആരാണ് ഫസൽ അലി? അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗങ്ങളിൽ ഒന്നാണ് ഈ ഫസൽ അലി കമ്മീഷനും സംസ്ഥാന പുനഃസംഘടനയും അല്ലെ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ മതി. ഈ കഴിഞ്ഞ കുറെ പരീക്ഷകളിലായിട്ട് ഏതെങ്കിലും ഒരു പരീക്ഷയിൽ പോലും ഈ ഫസൽ അലി കമ്മീഷനും സംസ്ഥാന പുനഃസംഘടനയും ഇല്ലാത്ത ഭാഗമേ ഇല്ല. അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഇത് ഫസൽ അലി കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലെ. സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കാനായിട്ട് നിലവിൽ വന്ന കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. ഓക്കെ അല്ലേ? അപ്പൊ നോക്കൂ, ഓപ്ഷൻ നമ്പർ 1 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. വളരെ ശരിയായ പ്രസ്താവന. 1953 ഈ ഒരു പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത്. അതെ, വളരെ ശരിയാണ്. അടുത്ത പ്രസ്താവന, 1955 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നു. തെറ്റാണോ? തെറ്റാണ്. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വരുന്നത്. 1956 നവംബർ 1 സംസ്ഥാന പുനഃസംഘടനാ നിയമം അനുസരിച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യയില് എന്തൊക്കെ നിലവിൽ വന്നത്. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അതായത് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നത് 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം അനുസരിച്ചിട്ടാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. അടുത്ത നോക്കിയേ, ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ശരിയല്ലേ? ശരിയാണ്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഏതാണ് തെറ്റ്? 3 മാത്രമാണ് തെറ്റ് അല്ലേ. ഓപ്ഷൻ സി അല്ലേ. അടുത്ത ചോദ്യം, ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഇത് ജോഡിയാണ്. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് അല്ല, ജോഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ശരിയായ ജോഡി ഏതാണെന്ന് മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ആരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ? ഫസൽ അലിയാണ്. ഈ ജോഡി ശരിയാണ്. അടുത്തത് നോക്കൂ, ഭാഷാ പ്രവിശ്യ കമ്മീഷൻ അല്ലെ. എന്താ ഭാഷാ പ്രവിശ്യ കമ്മീഷൻ എന്ന് പറയുന്നത്? 1948 ജൂൺ മാസത്തിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ രൂപീകരിച്ചു അല്ലെ. ആരായിരുന്നു അതിന്റെ അധ്യക്ഷൻ? SK ദർ ആണ്. അതും ശരിയാണ്. ഇനി തൽസ്ഥിതി കരാർ. എന്താണ് തൽസ്ഥിതി കരാർ എന്ന് പറയുന്നത്? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അറിയോ? സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ് അല്ലെ. തൽസ്ഥിതി കരാറ് അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അതായത് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലോട്ട് ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറായിരുന്നു ഏത്? തൽസ്ഥിതി കരാർ അല്ലെങ്കിൽ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ലയനക്കരാർ എന്താണ്? ലയനക്കരാർ പിന്നെ ഒബിയസ്ലി ഏതായിരിക്കും? കാശ്മീർ ആയിരിക്കും അല്ലെ. അങ്ങനെയാണോ? അതായത് ലയനക്കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ ആദ്യത്തെ സംസ്ഥാനമാണ് കാശ്മീർ. ഏതൊക്കെയാണ് ശരിയായ ജോഡി? 1ഉം 2ഉമാണ് ശരിയായ ജോഡി എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? എ ആണ്. 1ഉം 2ഉമാണ് ശരി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക. വേഗം കണ്ടെത്തിക്കോളൂ. ഏതാണ് ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം? ഏതാണ്? ഗുജറാത്ത് ആണോ, ഗോവയാണോ, ജാർഖണ്ഡ് ആണോ, തെലങ്കാനയാണോ? ഏതാണ് ശരി ഉത്തരം?
ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ടത് ഏതാണ്? ഏത് സംസ്ഥാനമാണ്? അത് നമുക്കറിയാം, ആന്ധ്രാപ്രദേശ്. അത് യാതൊരുവിധ തർക്കവും ഇല്ല, അല്ലേ? ആന്ധ്രാപ്രദേശ് അല്ലേ? ഇനി എപ്പോഴാണ് ഗുജറാത്ത് നിലവിൽ വന്നത്? 1960 ഇന്ത്യയിലെ 15ാമത്തെ സംസ്ഥാനമായിട്ട് ഗുജറാത്ത് നിലവിൽ വന്നു, അല്ലെ? ഇനി 1987 ഗോവ നിലവിൽ വന്നു, അല്ലെ? എത്രാമത്തെ സംസ്ഥാനമായിട്ട്? 25ാമത്തെ സംസ്ഥാനമായിട്ട്, അല്ലെ? ഇനി ജാർഖണ്ഡോ? ജാർഖണ്ഡ് എപ്പോഴാണ് നിലവിൽ വന്നത്? 2000 നിലവിൽ വന്നു. 2000 ജാർഖണ്ഡ് നിലവിൽ വന്നത്. എത്രാമത്തെ സംസ്ഥാനമായിട്ട്? 28ാമത്തെ സംസ്ഥാനമായിട്ട്. അപ്പോൾ ഏതായിരിക്കും നമ്മുടെ ആൻസർ? തെലങ്കാന. ഏത് വർഷമാണ് ഓർമ്മയില്ല? തെലങ്കാന 2014. 2014 തെലങ്കാന രൂപം കൊണ്ടത്. എത്രാമത്തെ? 28ാമത്തെ സംസ്ഥാനമായിട്ട്. 28 അല്ലെ? 29 അല്ലെ? തെലങ്കാന 2014 രൂപം കൊണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഏതാണ് അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം? തെലങ്കാനയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. കുറെ പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. SK മ്യൂസിക്, ഐശ്വര്യ, അജിന പൊന്നു, ശ്രീജ, എല്ലാവരും ശരി ഉത്തരാണ് പറഞ്ഞത് കേട്ടോ. അടുത്ത ചോദ്യം കുഞ്ഞിത്താച്ചുമ്മ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? അല്ലെ? കുഞ്ഞിത്താച്ചുമ്മ എന്ന് പറയുന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ഏത് കൃതിയാണ് കുഞ്ഞിത്താച്ചുമ്മ? ഏതാണ്? ഏത് കൃതിയാണ്? നീല വെളിച്ചമാണോ? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്ന കഥാപാത്രങ്ങളും കൃതികളും നമ്മൾ തുടങ്ങി? എന്റുപ്പാക്കൊരാനുണ്ടാകുന്നു, അല്ലെ? എന്റുപ്പാക്കൊരാനുണ്ടാകുന്നു എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രമാണ് ഏത്? കുഞ്ഞിത്താച്ചുമ്മ. ഓക്കെ അല്ലെ? അതേ കൃതിയിലെ, അതായത് എന്റുപ്പാക്കൊരാനുണ്ടാകും എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കൃതിയിലെ മറ്റൊരു കഥാപാത്രമാണ് ആനമക്കാർ. ഓക്കെ, ആനമക്കാർ ആരുടെയാണ്? അതും എന്റുപ്പാക്കൊരാനുണ്ടാകുന്നു എന്ന് പറഞ്ഞ കൃതിയിലെ തന്നെയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ തകഴിയുടെ കഥാപാത്രം അല്ലാത്തത് ഏതാണ്? ഈ പറയുന്നതിൽ ഏതാണ് തകഴിയുടെ കഥാപാത്രം അല്ലാത്തത്? ചെമ്പൻ കുഞ്ഞ് തകഴിയുടേതാണോ? ആണ്, അല്ലെ? ചെമ്പൻ കുഞ്ഞ് തകഴിയുടേതല്ലേ? ചെമ്പൻ കുഞ്ഞ്, കറുത്തമ്മ, പളനി എന്നിവർ തകഴിയുടെ ചെമ്മീൻ എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ്. ചിരുതയോ? ചിരുതയും ചാത്തനും രണ്ടിടങ്ങളിലെ കഥാപാത്രങ്ങളാണ്. ഇനിയോ? തകഴിയുടെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഏത്? ചെല്ലപ്പൻ. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിൽ ഏതാണ് അല്ലാത്തത്? ഓപ്ഷൻ സി ആണ്. സേതു ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. സേതു ആരുടെയാണ്? MTയുടെ കഥാപാത്രത്തിന്റെ പേരാണ് ഏത്? സേതു, അല്ലെ? MTയുടെ കാലം എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രമാണ് ആര്? സേതു. ചെമ്പൻ കുഞ്ഞും ചിരുതയും പളനിയൊക്കെ ആരുടെയാണ്? തകഴിയുടെ കഥാപാത്രങ്ങളാണ്. അടുത്ത ചോദ്യം, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അല്ലെ? ഏതാണ് ശരിയായ ജോഡി? ഖദീജൻ, ഖദീജ ആരുടെ കഥാപാത്രമാണ്? OV വിജയന്റെ. ശരിയാണോ? ഖദീജ എന്ന് പറയുന്ന കഥാപാത്രം OV വിജയന്റേതാണോ? അല്ല, അല്ലെ? ആരുടെയാണ്? ഉറൂബിന്റെയാണ്. സുന്ദരികളും സുന്ദരന്മാരും, അല്ലെ? ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും ഇതിലെ കഥാപാത്രമാണ് ഇത് ഖദീജ. ചന്ദ്രിക ചങ്ങമ്പുഴ, അല്ലെ? ചന്ദ്രികയെ കൂടാതെ രമണനും കൂടി ഉണ്ടല്ലോ, അല്ലേ? പിന്നെ നാരായണി ആരാണ്? നാരായണി ബഷീറിന്റേതാണ് മതിലുകൾ, അല്ലെ? ശരിയല്ലേ? ചന്ദ്രിക ശരിയാണ്, നാരായണി ശരിയാണ്. വിമല M മുകുന്ദന്റെ ആണോ? വിമല M മുകുന്ദന്റെ കഥാപാത്രമല്ല, MTയുടെ മഞ്ഞിലെ കഥാപാത്രമാണ്, അല്ലെ? അപ്പൊ ഏതാണ് നമ്മുടെ ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ആണ്.